ഭാഗ്യത്തിൽ വിശ്വാസമില്ലെങ്കിലും നമ്മളറിയാതെ പറഞ്ഞു വന്ന ഒരു കാര്യം, പബ്ലിക് ലൈബ്രറിയിൽ ഒരുമിച്ച് അടുത്തടുത്തിരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചങ്ങനെ കഴിയാൻ കുറേ വർഷം അവസരം വന്നു. ഒരുപാട് അനുഭവങ്ങളുണ്ട് മനുഷ്യനെന്നുള്ള കാര്യത്തിൽ. അത് പറഞ്ഞ് സമയം കളയുന്നില്ല. കവിതയില്ല. ഈ കവിതയ്ക്ക് ഒരു ചരിത്ര സംഭവമായിട്ട് ബന്ധമുണ്ട്. അത് ഞാൻ ചൊല്ലിയിട്ട് പറയാം. കുടത്തിലുണ്ടൊടുക്കത്തെ കനകനാണ്യം, എടുക്കുന്ന കരുത്തുള്ളോൾ കുടൻ സമ്മാനം. അവൾക്കാണൻ അർത്ഥദേശം സ്വതന്ത്ര സൗധം, അവൾക്കാണി വജ്രഹരം വിശിഷ്ട വസ്ത്രം. വിനോദത്താൽ മതം കൊണ്ട മഹാരാജാവിൻ വിളംബര ചെണ്ടതിക്കിൻ ചുമർ പൊട്ടിച്ചു. തുടികൊട്ടി കൊടിയേറ്റി അരങ്ങുകെട്ടി, തലസ്ഥാനം പെൺമിടുക്കിൻ വരക്കം കാത്തു. പുരുഷാരം ആർത്തിരമ്പിപ്പേ മഴ പെയ്തു, ഒരുത്തിയും വരുത്തില്ലെന്നടക്കം കൊണ്ടു. കുടത്തിൽ വാളുയർത്തിയ കരിന്തേളിന്റെ വിഷക്കോളിൽ നീലവനം പുകഞ്ഞു കണ്ടു. അടിമ പെണ്ണൊരുവൾ വന്നടുത്തു നിന്നു, കുടത്തിന്മേൽ വലം കൈവച്ചുറച്ചു നിന്നു. ഇവളുമൻ ദുർവിധി പോൽ കുടത്തിനുള്ളിൽ കുടുങ്ങിയോളാണിവള തൊടില്ലെന്താഹം. കനക നാണയം നീട്ടി അവൾ നിൽക്കുമ്പോൾ കരിന്തേളപ്പൂവിരലിൽ നിദ്ര കൊള്ളുന്നു. അടിമ പെണ്ണിന്റെ ദേശം വസന്തവംശം, കരിന്തേള പതാകയിൽ അശോകചക്രം. വിതുര ഗവൺമെന്റ് സ്കൂളിൽ ഒരു ക്യാമ്പ് നടക്കുകയാണ്. അപ്പൊ കുറെ കുട്ടികളുണ്ട്, കൊച്ചുമക്കളാണ്. അരവിന്ദ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അവന്റെ പേര് ഓർമ്മിക്കാൻ കാരണമുണ്ട്. അപ്പൊ ഞാൻ കുട്ടികളോട് ചോദിച്ചു, ഈ അടിമപ്പെണ്ണിന്റെ ദേശം വസന്തവംശം, കരിന്തേള പതാകയിൽ അശോകചക്രം. മക്കളെ, എനിക്ക് ആകെ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത് ഈ വരിയാണ്. ഈ കരിന്തേളും ദേശീയ പതാകയായിട്ട് ഈ അശോകചക്രമായിട്ട് എന്താ ബന്ധം? ഈ അരവിന്ദ് എന്ന് പറഞ്ഞ കുട്ടി 2 മിനിറ്റ് കഴിഞ്ഞ് ചാടി എണീറ്റ് പറയാണ്, കറുത്തവന്റെ മോചനമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അവന് സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ ലോകത്തിന് സ്വാതന്ത്ര്യമില്ല. കരിന്തേള് കറുത്തവന്റെ പ്രതീകമാണ് എന്ന് കുട്ടി പറഞ്ഞു. ഞാൻ അപ്പം തന്നെ എൻ്റെ മൊബൈൽ ഫോണിൽ കുരിപ്പുഴ വിളിച്ചിട്ട് ഇവനോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. കുരിപ്പുഴ സംസാരിച്ചു. അപ്പൊ എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഈ ചെറിയ മക്കളാണ്, 7ാം ക്ലാസ്സിലെ കുട്ടികളാണ്. ഒരാൾ നമുക്കങ്ങനെ കാണും. ഒരുപാട് പേരില്ലെങ്കിൽ ഈ ഒരാൾ മതി. അതൊരു തീപ്പൊരിയായിട്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ കവിത അപാരമായൊരു കവിതയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ അർത്ഥത്തിലേക്കൊന്നും പോകുന്നില്ല. കുടത്തിലുണ്ടൊടുക്കത്തെ കനകനാണ്യം, കുടത്തിലുണ്ടൊടുക്കത്തെ കനകനാണ്യം, എടുക്കുന്ന കരുത്തുള്ളോൾ കുടൻ സമ്മാനം, എടുക്കുന്ന കരുത്തുള്ളോൾ കുടൻ സമ്മാനം. കുടത്തിലുണ്ടൊടുക്കത്തെ കനകനാണ്യം, കുടത്തിലുണ്ടൊടുക്കത്തെ കനകനാണ്യം, എടുക്കുന്ന കരുത്തുള്ളോൾ കുടൻ സമ്മാനം, എടുക്കുന്ന കരുത്തുള്ളോൾ കുടൻ സമ്മാനം. അവൾക്കാണ് അർത്ഥദേശം സ്വതന്ത്ര സൗധം, അവൾക്കാണ് അർദ്ധദേശം സ്വതന്ത്ര സൗധം. നമ്മുടെ ഇരിഞ്ചയാണ്, അതുകൊണ്ട് ചൊല്ലു എല്ലാരും. അവൾക്കാണ് അർത്ഥദേശം സ്വതന്ത്ര സൗധം, അവൾക്കാണ് അർത്ഥദേശം സ്വതന്ത്ര സൗധം. അവൾക്കാണി വജ്രഹരം വിശിഷ്ട വസ്ത്രം, അവൾക്കാണി വജ്രഹരം വിശിഷ്ട വസ്ത്രം. വിനോദത്താൽ മതം കൊണ്ട മഹാരാജാവിൻ, വിനോദത്താൽ മതം കൊണ്ട മഹാരാജാവിൻ വിളംബര ചെണ്ടതിക്കിൻ ചുമർ പൊട്ടിച്ചു, വിളംബര ചെണ്ടതിക്കിൻ ചുമർ പൊട്ടിച്ചു. തുടികൊട്ടി കൊടിയേറ്റി അരങ്ങുകെട്ടി,
തുടി കൊട്ടി കൊടിയേറ്റി അരങ്ങുകെട്ടി തുടി കൊട്ടി കൊടിയേറ്റി അരങ്ങുകെട്ടി തുടി കൊട്ടി കൊടിയേറ്റി അരങ്ങുകെട്ടി തലസ്ഥാനം പെൺമിടുക്കിൻ വരക്കം കാത്തു തലസ്ഥാനം പെൺമിടുക്കിൻ വരക്കം കാത്തു പുരുഷാരം ആർത്തിരമ്പിപ്പേ മഴ പെയ്തു പുരുഷാരം ആർത്തിരമ്പിപ്പേ മഴ പെയ്തു ഒരുത്തിയും വരുത്തില്ലെന്നടക്കം കൊണ്ടു ഒരുത്തിയും വരുത്തില്ലെന്നടക്കം കൊണ്ടു അടിമ പെണ്ണൊരുവൾ വന്നടുത്തു നിന്നു അടിമ പെണ്ണൊരുവൾ വന്നടുത്തു നിന്നു കുടത്തിന്മേൽ വലം കൈവച്ചുറച്ചു നിന്നു കുടത്തിന്മേൽ വലം കൈവച്ചുറച്ചു നിന്നു പതുക്കെ നീൾവിരൽ നീട്ടി ഘടാകാശത്തിൽ പതുക്കെ നീൾവിരൽ നീട്ടി ഘടാകാശത്തിൽ പരതുന്നു തേളടങ്ങി ഒതുങ്ങിടുന്നു പരതുന്നു തേളടങ്ങി ഒതുങ്ങിടുന്നു ഇവളും എന്തുർവിധി പോൽ കുടത്തിനുള്ളിൽ ഇവളും എന്തുർവിധി പോൽ കുടത്തിനുള്ളിൽ കുടുങ്ങിയോളാണിവളെ തൊടില്ലണ്ടാഹം കുടുങ്ങിയോളാണിവളെ തൊടില്ലണ്ടാഹം കനക നാണയം നീട്ടി അവൾ നിൽക്കുമ്പോൾ കനക നാണയം നീട്ടി അവൾ നിൽക്കുമ്പോൾ കരിന്തിള പൂവിരലിൽ നിദ്ര കൊള്ളുന്നു കരിന്തിള പൂവിരലിൽ നിദ്ര കൊള്ളുന്നു അടിമ പെണ്ണിന്റെ ദേശം വസന്തവംശം അടിമ പെണ്ണിന്റെ ദേശം വസന്തവംശം കരിന്തിള പതാകയിൽ അശോകചക്രം കരിന്തിള പതാകയിൽ അശോകചക്രം ഗംഭീരം. നിങ്ങളെ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ സ്ത്രീകളെയും അപമാനിച്ചതും എല്ലാ സ്ത്രീകളെയും അടിമകളാക്കിയതും മതമാണ് എന്ന് മനസ്സിലാവും. മതമാണ്. പുരുഷന്മാർക്കാണ് അധികാരമുള്ളത്. വീട്ടിൽ അധികാരം പുരുഷന്മാർക്ക്, നാട്ടിൽ അധികാരം പുരുഷന്മാർക്ക്, എല്ലാം പുരുഷന്റെ കയ്യിലൂടെയാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന റിലീജിയനാണ്. എല്ലാ റിലീജിയനിൽപ്പെട്ട സ്ത്രീകളും ഈ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പെൺ പതാക എന്നുള്ള ഒരു കവിതയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ കവിത വായിക്കാം. അടിമപ്പെണ്ണാക്കി മാറ്റിയ മംഗലത്താലി വലിച്ചു പൊട്ടിച്ചെറിഞ്ഞിട്ടാർച്ചയെത്തുന്നേ, മനസ്സിന്റെ പെരുങ്കൊമ്പിൽ കടിച്ച കാറ്റേ ഇവൾക്കായി മാമ്പഴങ്ങൾ നിരത്തേണമേ. കല്യാണത്തിന്റെ അടയാളമാണ് സ്ത്രീകൾ മാത്രം താലി കെട്ടും, പുരുഷന് താലി കെട്ടുന്ന. പുരുഷൻ കല്യാണം കഴിച്ച ആളാണോ ഇതെന്ന് അറിയണമെന്ന് കാര്യമില്ല. സ്ത്രീകൾ മാത്രമല്ല എന്നത് ഒരു അടിമത്തത്തിന്റെ അടയാളമാണ് ഈ താലി എന്നത്. തീർച്ചയായിട്ടും നാളെ ഈ താലി പൊട്ടിച്ചെറിയുന്ന ഒരു സ്ത്രീ സമൂഹം കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ താലി കെട്ടിയിട്ടില്ല, അതിനടുത്ത് ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നത്. അടിമപ്പെണ്ണാക്കി മാറ്റിയ മംഗലത്താലി വലിച്ചു പൊട്ടിച്ചെറിഞ്ഞിട്ടാർച്ചയെത്തുന്നേ, മനസ്സിന്റെ പെരുങ്കൊമ്പിൽ കടിച്ച കാറ്റേ ഇവൾക്കായി മാമ്പഴങ്ങൾ നിരത്തേണമേ. വയൽ തുണ്ടിൽ പാട്ടുമിന്നിയ പകൽ നേരത്ത് മുലക്കണ്ണിൽ കൈപ്പുതച്ചോരമ്മയാണിവൾ. അറയ്ക്കുള്ളിൽ വിളക്കിന്റെ തല കൊയ്തപ്പോൾ വിറച്ചുകൊണ്ടടിപ്പെട്ട മൂർച്ചയാണിവൾ. കിനാവിന്റെ വള്ളിതോറും പിടിച്ച കാറ്റേ ഇവൾക്കായി പിച്ചകപ്പൂ നിവർത്തേണമേ. അമാവാസി പർദ്ദയിട്ട പകലാണിവൾ, മൊഴി ചൊല്ലി കലാശിച്ച മലർക്കൂമ്പിവൾ. കിടാങ്ങളെ പോറ്റുവാൻ കൈനീട്ടിയോളിവൾ, ബിരിയാണി ചെമ്പിൽ വീണ് പഴുത്തോളിവൾ. അദൃശ്യ മക്കനെയിട്ട വിളുമ്പിക്കാറ്റി ഇവൾക്കായി തെളിപാഠം പകർത്തേണമേ. മനസ്സമ്മതം കൊടുത്ത മാരനെ കൊന്ന് ഒരു വ്യാജൻ സ്യൂട്ടിലേറി സമീപിച്ചപ്പോൾ പിതാവിന്റെ കനൽ കണ്ണിലെരിഞ്ഞൊടുങ്ങി ഒരു കുഞ്ഞാടായി കൂടെ നടന്നോളിവൾ. ഹൃദയത്തിൽ കൂടുകൂട്ടും തണുത്ത കാറ്റേ
ഇവൾക്കായി മുകിൽ ഛത്രം വിടർത്തേണമേ. വാളുകൾ തൂക്കി നിൽക്കുന്ന വാകയെപ്പോലെ വേനൽ തിന്നു തണൽപ്പായ വിരിച്ചോടിവൾ. മരിക്കാനായി ഒതളങ്ങ കടിച്ചു തൊപ്പി മരണത്തിൻ വിഷക്കൂട് പൊളിച്ചോടിവൾ. പല ദേശം കണ്ടുവന്ന കറുമ്പൻ കാറ്റേ ഇവൾക്കായി സുരക്ഷാ വീടൊരുക്കേണമേ. ഇടങ്കണ്ണിൽ പെൺപതാക മുദ്ര സ്വാതന്ത്ര്യം, വലങ്കയിൽ കാരിരുമ്പ് കടിച്ച ദൈന്യം, വയറ്റത്ത് ചവിട്ടേറ്റ കരിവീരിപ്പ്, പുറത്താകെ ബീഡിത്തീയാൽ വരഞ്ഞൊരിന്ത്യ. വാക്കിൽ ബ്ലേഡ് വെളിപാട് നോക്കിലോ തോക്ക്, നേർക്കു വരുന്നോർക്ക് പെക്കിന ചോറ്. തീരമാകെ ചീറി വന്ന തകർപ്പൻ കാറ്റേ ഇവൾക്കായി ചെമ്പൻ പട്ട് പിരിക്കേണമേ. ഒരു സ്ത്രീയുടെയും സ്വാതന്ത്ര്യം ആരും ചോദ്യം ചെയ്യപ്പെടാതിരിക്കട്ടെ എന്നുള്ള ആഗ്രഹം ഈ സഹോദരനിലേക്കുന്നു. കവി എന്നുള്ള രീതിക്ക് മറ്റെങ്ങും കാണാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നിപ്പം അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഞാനത് ചോദ്യത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ കൊച്ചും ആയുഷും അശ്വിനും കൂടി എൻ്റെ 13 രസകരമായ കുട്ടിക്കഥകൾ എഡിറ്റ് ചെയ്തൊരു പുസ്തകം അവർ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ വന്ന പാടെ അവരടുത്ത് ചെന്നിട്ട് അതിൽ തിരുത്തലുകൾ വരുത്തുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, കഥ വായിപ്പിക്കുന്നത്. ഈ ചോദ്യം ഞാൻ കണക്ട് ചെയ്യുന്നത് ഫേസ്ബുക്ക് തുടങ്ങുമ്പോൾ ഞാൻ ഇന്ന് വായിച്ച കവിത എന്നുള്ളൊരു സീരീസ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മലയാളത്തിലെ പ്രശസ്തരും അപ്രശസ്തരുമായിട്ടുള്ള നിരവധി പേരുടെ കവിതകൾ അതിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തു. എത്രയോ പേരത് വായിക്കുന്നു, അഭിപ്രായം പറയുന്നു. അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞു ഒരാളുടെ ലൈക്ക് പോലും എങ്ങനെയാണ് അത് രാഷ്ട്രീയ പ്രവർത്തനമാകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത്രയും നാളത്തെ 2010-12 മുതൽ തുടങ്ങിയതാണെന്ന് തോന്നുന്നു ഫേസ്ബുക്ക്. അതിൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്തത്. 15 വർഷമായി ഫേസ്ബുക്കിൽ ഇന്ന് വായിച്ച കവിത ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് വടകരയിലുള്ള KP സീന എന്ന് പറയുന്ന ഒരു കവിത എഴുത്തുകാരി അധ്യാപിക കുറെ കവിതകൾ എന്നെ കൊണ്ട് തന്നിട്ട് എന്നെ വായിച്ചു നോക്കിയിട്ട് ഒരു കുറിപ്പ് എഴുതി കൊടുക്കണം എന്ന് പറയാം. ഞാനിത് വായിച്ചു നോക്കിയപ്പോൾ അതിലെ പല കവിതകളും ഇത് പുറത്തറിയുന്ന കവിതകൾ തന്നെയാണ്. ചരിത്രം എന്ന് പറയുന്നൊരു കവിതയൊക്കെ ജനങ്ങൾ കൂടുതൽ വായിക്കേണ്ടുന്ന ഒരു കവിതയാണ്. പക്ഷേ ആ കുട്ടി വളരെ അപ്രസിദ്ധയായിട്ടുള്ളൊരു കുട്ടിയാണ്. അത് കാരണം ആരും പ്രസിദ്ധിക്കില്ല. എന്ത് ചെയ്യും? അങ്ങനെയാണ് ഞാൻ ഈ ഫേസ്ബുക്കിനകത്ത് ഇന്ന് വായിച്ച കവിത എന്ന് പറയുന്നത് തുടങ്ങിയത്. KP സീനയുടെ കവിതയാണ് ആദ്യമായിട്ട് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. കുറെ പേര് വായിച്ചു. ഇപ്പോൾ ധാരാളം ആളുകൾ വായിക്കുന്നുണ്ട്. എന്തായാലും കുറഞ്ഞതൊരു 100 പേര് എന്തായാലും വായിക്കും. 100 തൊട്ട് ഏതാണ്ട് 1000-ലധികം ആളുകൾ വരെ ഈ കവിത വായിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നതിന് ഫിജിയുടെ കവിത, സലീമിൻ്റെ കവിത എല്ലാം തന്നെ അതിനകത്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ന് അച്ചടി മാധ്യമത്തെക്കാൾ കൂടുതൽ ആളുകൾ വായിക്കുന്നത് ഫേസ്ബുക്കും അതുപോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളുമാണ്. അതുവഴി നമുക്ക് തന്നെ ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴും തന്നെ നമുക്ക് അഭിപ്രായങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ അതിന് പുതുശ്ശേരി രാമചന്ദ്രൻ്റെ ഒരു കവിത ഞാനത് ചൊല്ലിക്കൊടുത്തിരിക്കുകയാണ്. വളരെ പഴയ കവിത 1962 എഴുതിയ കവിതയാണ്. അപ്പോൾ അത് ചൊല്ലിക്കൊടുത്തപ്പോൾ 10-300 ആളുകളത് വായിച്ചിരിക്കുന്നു, അത് ലൈക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ എത്രയോ പേര് അത് കണ്ടിരിക്കുന്നു. ലൈക്ക് ചെയ്യാതെ പോയി എത്രയോ ആൾക്കാരുണ്ടാകും. അപ്പം ഏറ്റവും പഴയ ഒരു കവിയുടെ ഒരു കവിത തന്നെ നമ്മൾ രണ്ടാമത് മരിച്ചുപോയ കവികളുടെ കവിത നമ്മൾ തന്നെ ചൊല്ലിക്കൊടുക്കണം. കാര്യം അവർക്ക് ഇനി ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ അതേ ഏറ്റവും ചൊല്ലണം. അപ്പോൾ അങ്ങനെ ചൊല്ലിക്കൊടുത്താൽ തീർച്ചയായിട്ടും ആളുകൾ കേൾക്കാൻ ആളുകളുണ്ടാവും. കവിതയ്ക്ക് വായനക്കാരുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് ഡെയിലി വായിക്കുന്ന കവിതയാണ്, നോവലും നാടകമൊന്നുമല്ല. നോവലൊക്കെ പുസ്തകമായിട്ട് കുറേ ആൾ വാങ്ങുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ എല്ലാ ദിവസവും കവിത വായിക്കുന്നവരാണ് കേരളത്തിലുള്ളത്. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന കവിത പോലും 100-ൽ കൂടുതലുള്ള എന്തായാലും ദിവസേന വായിക്കുന്നുണ്ട്. എന്നെപ്പോലെ തന്നെ വിനോദ് വെള്ളാനി പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു സുരേഷ് കുറുമുള്ളൊരു പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലരും എല്ലാ ദിവസവും കവിത പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ എല്ലാവരും കൂട്ടിയാൽ എന്തായാലും ഒരു ശരാശരി 300 പേര് ദിവസേന കവിത വായിക്കുന്നുണ്ട്. 300 പേര് ദിവസേന വായിക്കുന്ന ഒരു വേറൊരു സാഹിത്യ രൂപവും ഇല്ല. വേറൊരു സാഹിത്യം ഇങ്ങനെ വായിക്കാൻ പറ്റില്ല. ഇപ്പം നോവലിൻ്റെയും അതുപോലെ ഉപന്യാസങ്ങളുടെയൊക്കെ ദൈർഘ്യം വെച്ചിട്ട് ഇങ്ങനെ വായിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ ചെറിയ കവിതകളാണ്. ട്രാൻസ്ലേഷനൊക്കെ നല്ല. ഇപ്പോൾ ഇന്നലെ ഞാൻ കൊടുത്തിരുന്നത് ഒരു ഉറുദു കവിയുടെ ട്രാൻസ്ലേഷൻ, 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ഉറുദു കവിയുടെ ട്രാൻസ്ലേഷനാണ് കൊടുക്കുന്നത്. അതൊക്കെ വായിച്ചു പോകാൻ എളുപ്പമാണ്. വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാ ദിവസവും 5 മണിക്ക് ഞാൻ ചെയ്യാതെ എവിടെ ഇരുന്നാലും ചെയ്യും. ഏത് രാജ്യത്തായിരുന്നാലും ഈ കവിത പോസ്റ്റ് ചെയ്യും. അമ്മ ചുട്ടും മാനിൽ വാനതിപ്പാട്ട് ചീട്ടെടുക്കും
തത്ത ചുണ്ടിൽ പാലതിപ്പാട്ട് താകതേ തക താകതേ തക താകതേ തകതോ താകതേ തക താകതേ തക താകതേ തകതോ. ആ കവിത പാടുന്നത് കൊപ്പളി മീൻ, ഇപ്പൊ ചൂര, കണവ ഒക്കെ കവിതകൾ വരുന്നുണ്ട്. ബിരിയാണി ഒരുപാട് കവിതകൾ വരുന്നുണ്ട്. ആഹാരത്തോടുള്ള സ്നേഹവും ഇപ്പൊ കേരളത്തിന്റെ പഴമകൾ പല വാക്കുകളിലും പല കവിതകളിലും വരുന്നുണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞ് ഫാത്തിമത്തരത്തിലേക്കൊന്ന് അത് നിങ്ങളോട് പാടാം. ഫാത്തിമത്തരത്താണോ ചേട്ടത്? ഈ കുട്ടി പാടിയത് എൻ്റെ കൊച്ചുമകളാണ്, ലാസ്യ വരിയപ്പോഴാണ്. 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. മൈക്ക് സാറിന് കൊടുക്കാം. ഇവിടെ ചെയ്തൊരു അത്ഭുതം എന്ന് പറയുന്നത്, അവരുടെ സ്കൂളിൽ ഈ പുതിയ നൃത്തം പഠിപ്പിക്കുന്നു. അവിടെ സ്കൂളിലെ പണി നടക്കുന്ന കാരണം അവിടെ സ്ഥലസൗകര്യം ഇല്ലാത്തതുകൊണ്ട് പഠിപ്പിക്കുന്നില്ല. ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ കാറിൻ്റെ അടുത്ത് ശിവകുട്ടിക്ക് കത്തയച്ചു. ശിവകുട്ടി അങ്കിളിന് അത്യാവശ്യമായിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ കൊണ്ട് ഇത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ തിങ്കളാഴ്ച കത്തയച്ച് ചൊവ്വാഴ്ച ഇത് മന്ത്രിയുടെ ആവശ്യം കിട്ടി. ചൊവ്വാഴ്ച ഒരു 12 മണിയോടുകൂടി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ MLA മന്ത്രി ചിഞ്ചുറാണിയെ വിളിച്ച്, ചിഞ്ചുറാണി ഈ സ്കൂളിലേക്ക് വിളിച്ച് ഇയാളെ വിളിച്ച് സംസാരിച്ച് പിറ്റേന്ന് തൊട്ട് ഇവിടെ നൃത്തം ആരംഭിച്ചു എന്നുള്ളതാണ്. മന്ത്രിക്ക് കത്തയച്ച് കാര്യം സാധിച്ചൊരു കക്ഷിയാണത്. അപ്പൊ ഈ കുട്ടി രണ്ടാമത് ചൊല്ലിയത് ബാനർജി പെരുമാൻ എന്ന് പറയുന്ന കവിതയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വില്ലുവണ്ടി ഏറി വന്നത് ആരുടെ വരവോ എന്നുള്ള പാട്ട്, താരക പെണ്ണാളെ എന്നുള്ള പാട്ട്, ഇതൊക്കെ പാടിയ PS ബാനർജിയെ കുറിച്ചുള്ള ഒരു കവിതയാണ്. അതിൻ്റെ ആ കുട്ടിയെ നിർത്തിയെടുത്ത് ഒന്നിട്ട് ഞാൻ ചൊല്ലാം. ചുവപ്പിൽ ബാനർജി പാട്ട്, ചീട്ടെടുക്കും തത്ത ചുണ്ടിൽ ബാനർജി പാട്ട്, അമ്മ തുപ്പും വെറ്റേ മാനിൽ ബാനർജി പാട്ട്, ചെങ്കരിക്കിൽ കോവൽ പൂവിൽ ബാനർജി പാട്ട്, താകതേ തക താകതേ തക താകതേ തകതോ താകതേ തക താകതേ തക താകതേ തകതോ, പാൽമുലയിൽ പച്ച തേച്ച പപ്പായ ചോട്ടിൽ കാക്ക കൊത്തി കൊണ്ടുവന്ന തെച്ചിക്കമ്മലിൽ, കാട്ടുമൈന കാവൽ നിൽക്കും മഞ്ചാടി കൊമ്പിൽ, ടോർച്ചടിക്കും വെട്ടമായി ബാനർജി പാട്ട്, താകതേ തക താകതേ തക താകതേ തകതോ താകതേ തക താകതേ തക താകതേ തകതോ, കായലിൽ വീശുകാർ വള്ളപ്പടിയിൽ കൊട്ടും ആദിമ താളത്തിലെത്തും പെരുമീൻ പോലെ, ഈർച്ചവാടിൻ മൂർച്ചയുള്ള വാക്കു തുള്ളിച്ച് കാറ്റിനൊപ്പം കത്തിരാകും ബാനർജി പാട്ട്, താകതേ തക താകതേ തക താകതേ തകതോ താകതേ തക താകതേ തക താകതേ തകതോ. വാഴത്തോട്ടം കണ്ട് കണ്ട് ഞാൻ നടക്കുമ്പോൾ താഴയായി കാന്താരി പോലെ താരകപ്പെണ്ണ്, കല്ലമാല മുറിച്ചിട്ട പുൽപ്പരപ്പിന്മേൽ വില്ലുവണ്ടി ഏറി വന്ന റൗക്കവെൺമകൾ, താകതേ തക താകതേ തക താകതേ തകതോ താകതേ തക താകതേ തക താകതേ തകതോ. നീലവാനിൽ വെള്ളിമേഘം ചിന്തയും ചിരിയും കൂട്ടി കാർട്ടൂൺ വരയ്ക്കുന്ന മാർച്ചിലുച്ചയ്ക്ക്, പൂത്തു നിൽക്കും കവുങ്ങിന്റെ ഇത്തിരി ചോട്ടിൽ ചാറ്റുപോലെ ചലിക്കുന്നു ബാനർജി പാട്ട്, താകതേ തക താകതേ തക താകതേ തകതോ താകതേ തക താകതേ തക താകതേ തകതോ. പാട്ടിലെല്ലാം പച്ച മാംസം മണക്കുന്നുണ്ട്, വിയർപ്പു ചിന്തിപ്പോയ കാലം തകർക്കുന്നുണ്ട്, ചെണ്ടയിൽ സഞ്ചാരമാർഗം പൊലിക്കുന്നുണ്ട്, തൊണ്ടയിൽ തീയുണ്ട് തേനുണ്ട് ആർദ്രതയുണ്ട്, താകതേ തക താകതേ തക താകതേ തകതോ താകതേ തക താകതേ തക താകതേ തകതോ. കണ്ടു നിൽക്കും കാഞ്ഞിരത്തിൻ ചില്ലകൾ തോറും
മിണ്ടി മിണ്ടിയിരിക്കുന്ന പ്രാക്കളെ നോക്കി. മുന്തിരി പന്ത കെട്ടുന്നു ബാനർജി കൂട്ട്, ചിന്തയിൽ കൂടൊഴുക്കുന്നു ബാനർജി പാട്ട്. താഗതേ തക താഗതേ തക താഗതേ തകതോ, താഗതേ തക താഗതേ തക താഗതേ തകതോ. കണ്ണു രണ്ടും അടയ്ക്കുമ്പോൾ കുന്നിറങ്ങുന്നു, മഞ്ഞുറഞ്ഞ് നെഞ്ചുടഞ്ഞ് നന്ദോടിപ്പാട്ട്. കണ്ണടച്ച് കാതടച്ച് കൺമണിപ്പാട്ട്, വക്കുടച്ച് ദിക്കിരിച്ച് ബൊപ്പാർലിപ്പാട്ട്. താഗതേ തക താഗതേ തക താഗതേ തകതോ, താഗതേ തക താഗതേ തക താഗതേ തകതോ. എന്തായാലും ലാസ്യകുട്ടിയാണ് ഈ കവിത തുടങ്ങിയത്. ലാസ്യകുട്ടിയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ലാസ്റ്റിക്ക് ഒരു കയ്യടി കൊടുക്കാം നമുക്ക്. ഏത് പറഞ്ഞിട്ട് ഞാൻ അതുവഴി വേറൊരു കവിതയില് വിചാരിക്കുന്നത്, കടന്നുള്ള കവിതയ്ക്ക് ഒരു വ്യാകരണപരമായ പ്രശ്നമുണ്ട്. ആ വ്യാകരണപരമായ പ്രശ്നം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ശങ്കരാചാര്യരുടെ ഒരു കവിതയുടെ താളത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. അതായത് മുഖേ ചന്ദ്രഹാസം നഖേ ചന്ദ്രഭാസം കരേ ചാരുപത്മം സുരേശാഭിവന്ദ്യം ഭുജംഗേ ശയാനം ഭജേ പത്മനാഭം ഹരേരണ്യ ദൈവം നമന്യേ നമന്യേ. ഇതാണ് ശങ്കരാചാര്യരുടെ ആ സ്തോത്രം. അതിന്റെ ഞാൻ ശങ്കരാചാര്യ അനുകരിക്കല്ലേ ചെയ്തത്, അതിനൊരു താളവ്യവസ്ഥയുണ്ട്. ആ താളവ്യവസ്ഥയ്ക്ക് മലയാളത്തിൽ പേരുണ്ട്. അത് ഭുജംഗപ്രയാതം എന്നാണ് അതിന്റെ പേര്. പാമ്പിങ്ങനെ ഇഴയുന്നോണം പോകണം എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് ഇത് ശങ്കരാചാര്യ എഴുതിയ സംസ്കൃതത്തിലാണെങ്കിൽ പച്ച മലയാളത്തിൽ ഇത് ചെയ്യാൻ പറ്റും, ഈ താളത്തിൽ ചെയ്യാൻ പറ്റും. യകാരങ്ങൾ 4 ഭുജംഗപ്രയാതം വ്യാകരണ ശാസ്ത്രജ്ഞന്മാർ പറയും. അപ്പൊ അതുപോലെ ചെയ്യാൻ പറ്റും. അങ്ങനെ എഴുതിയ കവിതയാണിത്. വിഷയം വളരെ സീരിയസ് ആയിട്ടുള്ളതാണ്. പക്ഷെ അതിനെ സ്വീകരിച്ച താളം ഇതാണ്. കടം കൊണ്ട ഭാഷ, കടം കൊണ്ട ഛായ, കടം വീട്ടുവാൻ ഞാൻ വിയർക്കുന്ന പ്രേമം, കടം കൊണ്ട ധാന്യം ധനം ധർമ്മബോധം, കടം കൊണ്ട ധ്യാന തടാക കവാടം. ഇതാണ് കടന്നുള്ളതിന്റെ ആദ്യത്തെ വരി. ഇനി എന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്, കുട്ടിക്കാലത്ത് എനിക്ക് സോഷ്യലിസം പഠിച്ച കാലത്തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമാണ് അജന്ത ഗുഹകളൊന്ന് പോയി കാണണം. അങ്ങനെ ഒരിക്കൽ ഒരു കൂട്ടുകാരനായിട്ട് ബോംബെയിൽ ഞാൻ ഔറംഗാബാദിൽ ചെന്നിട്ട് ഈ അജന്ത ഗുഹ കാണാനായിട്ട് പോയി. അപ്പോൾ ഒരുപാട് പാറക്കൂട്ടങ്ങൾ അതിനകത്തുള്ള ഗുഹകളാണ്. ഗുഹയിൽ ഒരുപാട് ശില്പങ്ങളുണ്ട്, ചിത്രങ്ങളുണ്ട്. ബുദ്ധമതക്കാരുടെയും ജൈനമതക്കാരുടെയും കണ്ട കാലത്ത് ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ ഗുഹയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, അതിനകത്ത് കയറി ഇരുന്ന് നമ്മൾ എന്തെങ്കിലും വർത്തമാനം പറയുകയാണെങ്കിൽ നല്ല എക്കോസിസ്റ്റാണ്. നമ്മൾ ഈ ആകാശവാണിക്കകത്തിരുന്ന് കവിതയിൽ നമ്മൾ ചൊല്ലാൻ പറ്റും. ഞാനെങ്ങനെ അതിനകത്ത് കയറി ഇരുന്നിട്ട് ഈ കടന്നുള്ള കവിതയിലാണ്. അപ്പൊ ഈ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാലേ, കണ്ണടച്ച ചൊല്ലിയത്. അപ്പോൾ ഈ കണ്ണ് തുറന്നു നോക്കിയപ്പോ ഈ മറാഠ ഭാഷ സംസാരിക്കുന്ന മഹാരാഷ്ട്രയിൽ കുറെ പാവപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തൊഴുതുകൊണ്ടിരിക്കുന്നു. അതായത് പൈസയ്ക്ക്. അപ്പൊ അതാണ് ഈ കവിത, ആ താളത്തിന്റെ ഒരു പ്രത്യേകതയാണത്. ഭാഷ അവർക്ക് അറിയില്ല, പക്ഷെ താളം ഇങ്ങനെയുള്ളത് സ്തോത്രത്തിൻ്റെതായ താളമായതുകൊണ്ട് വെച്ചുപോയതാ. അപ്പൊ ഞാൻ അത് കവിതയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാ ഞാൻ ചൊല്ലി കളിക്കുന്നത്. അജന്ത. പ്രഭാതം പ്രകാശ പെരുന്തച്ഛനെത്തി പ്രജാക്ഷേമകാര്യം നിരീക്ഷിച്ച നേരം ഇറങ്ങുന്നു ഞങ്ങൾ ചരിത്രം ശിരസിൽ മുടിച്ചേല ചാർത്തിക്കും ഔറംഗാബാദിൽ. വയൽ ഉള്ളി ചുമ്മുന്ന സ്ത്രീകൾക്കിടാങ്ങൾ മുയൽ ആമയെ തേടിയോടും വരമ്പ് കുയിൽ പാട്ടിനൊത്താടി നിൽക്കും മരങ്ങൾ വെയിൽ റൊട്ടി ചുട്ട് ചിരിക്കുന്നിടങ്ങൾ. ശിലാവിസ്മയത്തിൻ വിളംബരം പോലെ കലാവിദ്യ കാലങ്ങൾ പിന്നിട്ട ജന്ത വിയർക്കുന്ന മുത്തക്ഷരത്ര കൺമുന്നിൽ നമിക്കുന്നു രാജേന്ദ്ര സിംഹാസനങ്ങൾ. ശയിക്കുന്ന ബുദ്ധൻ വിനീത സുജാത കയർക്കും ഗജങ്ങൾ മഹാപത്മപാണി പറക്കുന്ന കിന്നരിക്കൂട്ടം കരിങ്കൽ തുറക്കുന്നു ധ്യാനസ്ഥ സംഗീത നേത്രം. ഗുഹയ്ക്കുള്ളിൽ വാതിക്കൽ നിൽക്കും വെളിച്ചം പ്രതിധ്വനി ഞാനൊന്നിരുന്നൽപ്പനേരം ചുവയ്ക്കുന്നു നാവിൽ മറക്കാ കവിത ഇമ കൂട്ടി മുട്ടി ഞാൻ ചൊല്ലിത്തുടങ്ങി.
കടക്കോഴി കൂവി തെളിക്കും പ്രഭാതം, കടത്തോക്ക് പൊട്ടുന്ന യുദ്ധപ്രദേശം, കടം കൊണ്ട മിക്സി, കടം കൊണ്ട സ്കൂട്ടർ, കടം വന്നു മൂടുന്നു കണ്ണും മനസ്സും. പൊലിഞ്ഞെന്റെ കാവ്യപ്രദീപം നിറുത്തി പുറത്തൊരാൾക്കൂട്ടം തൊഴുതു നിൽക്കുന്നു. അവർ ഭക്തിമൂത്ത മനസ്സോടെ മുന്നിൽ പണം വച്ചു കൈകൂപ്പി വന്ദിച്ചിടുന്നു. അതാണ് അനുബന്ധമായി സംഭവിച്ച ഒരു കവിത എന്ന് പറയേണ്ട താളത്തിൽ കേൾക്കണം. എന്നിട്ട് ഒരു വേട്ടക്കാരൻ ഉണ്ടാവും. വേട്ടക്കാരൻ ഇങ്ങനെ കരടി വേട്ടയാടാണ്ട് തോക്ക് കൊണ്ടോ അല്ലെങ്കിൽ അമ്പും വില്ലും കൊണ്ടോ ഇങ്ങനെ തക്കം പറത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ആളുകൾ പാടും, കരടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. എല്ലാ കരടികളും ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പട്ടി കടിക്കല് വീട്ടുകാരെ ഞങ്ങൾ പട്ടാണിമാരായ പിള്ളേരല്ലേ, ഓണം കളിക്കുവാൻ വന്നതാണ്, തിരുവോണം കളിക്കുവാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് ഓർമ്മിച്ചിരിക്കുക എല്ലാവരും. താളം അടിച്ച് കൈത്താളം അടിച്ച് പാടുക. താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനായി തന്നാന. പട്ടി കടിക്കല്ലേ വീട്ടുകാരെ ഞങ്ങൾ പട്ടാണിമാരായ പിള്ളേരല്ലേ, ഓണം കളിക്കുവാൻ വന്നതാണ്, തിരുവോണം കളിക്കുവാൻ വന്നതാണ്. താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനായി തന്നാന. ഈ ആണ്ടിക്കരടിയെ വേണ്ടെന്ന് വെച്ചപ്പോ 5-6 ബാലന്മാർ കയറിക്കെട്ടി മാവേലി മഞ്ഞൻ എഴുന്നള്ളും നേരത്തെ ആടിച്ചി മർത്ത കളിച്ചിടാനായി. താനിന്നെ താനിന്നെ തന്നാന തന താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനായി തന്നാന. കൊല്ലത്തു നല്ലൊരു ചിന്നക്കട മുക്കിൽ ബാലന്മാർ കൂടി കരടി കെട്ടി പെറ്റുകിടന്നൊരു പെമ്പളച്ചിപ്പെന്ന് കുട്ടിയും കൊണ്ട് പുറത്തിയാടി. താനിന്നെ താനിന്നെ തന്നാന തന താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനായി തന്നാന. കാട്ടിക്കിടന്നൊരു കള്ളക്കരടിയെ പാട്ടിലാക്കി ഞങ്ങൾ കൊണ്ടുവന്നു. ഉണ്ട കിട്ടും പിന്നെ അവര് കിട്ടും പിന്നെ വെള്ളിപ്പണത്തിന്മേലൊന്ന് കെട്ടും. താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനായി തന്നാന. വടവടക്കൻ കരടി മനോഹര ചാടിക്കളികട പിടിതെന്ന് ഇവിടുത്തെ അമ്മാവൻ കെട്ടി തുറക്കുന്നു. ഇപ്പൊ കിട്ടും വെള്ളിപ്പണം. താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനായി തന്നാന. അഴുതാതടിയുടെ തെക്കേ കരയിലെ പാറയ്ക്ക് താഴ്വര തന്നിലുള്ള ചൂരൽ വെട്ടിയിടുന്ന കാട്ടിന്ന് കിട്ടിയ ശൂരന് നമ്മുടെ ആങ്കരടി. താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനായി തന്നാന. പറന്നും പുറന്നും ചാടിക്കളിച്ചിട്ട് സമ്മാനം വാങ്ങട ആങ്കരടി, തത്തിനും തൈയുടെ ഓടിക്കളിച്ചിട്ട് പണമൊന്ന് വാങ്ങട വേട്ടക്കാരാ. താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനായി തന്നാന. ആങ്കരടി ഇവൻ കള്ളനാണ്, ഇവൻ ഇന്നലെ കൈവിട്ട് പോയതാണ്, കടമുഴ കടവിനും മധ്യത്തിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് ഓടിപ്പിടിച്ചതാണ്. താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനായി തന്നാന. അലിയാലപ്പുഴ പാലത്തിനിപ്പുറം അലിയും മകിടത്തിടുകയിൽ വഴയ്ക്ക വട്ടം വറുത്തതിൽ ഉപ്പുനീർ കോരി തളിച്ചതും അലിയുമ്മ. താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനായി തന്നാന. നാരിമാരൊക്കെയും ഓണം കളിക്കുവാൻ പാരാതെ ഓണം കഴിഞ്ഞിറങ്ങി. ശാരദ ഗൗരിയും ഓമന ശങ്കരി ഭാരതി ഭാർഗവി പാർവതിയും താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനായി തന്നാന. ചിന്നമ്മ ചെല്ലമ്മ തങ്കമ്മ രാധമ്മ പൊന്നമ്മ ദേവകി അമ്മക്കുട്ടി അമ്മിണി രുക്മിണി നാണി കാർത്തിയായിനി രുദ്രായണി നാരായണി പങ്കജാക്ഷി. താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനായി തന്നാന. ജാനകി മീനാക്ഷി ആനന്ദ അംബിക ഭാനുമതി സീതാരാജലക്ഷ്മി എന്നിങ്ങനെയുള്ളൊരു സുന്ദരി വൃന്ദങ്ങൾ ഒന്നായി കരടിയെ കാണാൻ വന്നു. താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനായി തന്നാന. ഓച്ചറച്ചെന്ന് കിഴക്കോട്ട് നോക്കുമ്പോൾ മാധവി എന്നൊരു വേലക്കാരി മുപ്പത്തൊളച്ചിട്ട് തൊണ്ണാനും കെട്ടിട്ട് കണ്ടോടി നാട്ടിനെ മുക്കി തന്നാൽ. താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനായി തന്നാന. താന്നിക്കലമ്മയ്ക്ക് മക്കളില്ലാഞ്ഞപ്പോ ചക്കക്കുരുവിനെ ദത്തെടുത്തു. താന്നിക്കലമ്മയ്ക്ക് മക്കളുണ്ടായപ്പോ ചക്കക്കുരുവിനെ ചൂട്ട് തിന്നു. താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനിന്നെ തന്നാന താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനിന്നെ തന്നാന. വാഴത്തോട്ടത്തിലും ചെന്ന് കയറി കണ്ടി വാഴകളൊക്കെ തകർത്ത് തോന്നി. കോമനത്തോടനും പാളയം കോടനും പൂവനും കണ്ണൻ കടലിവാഴ. താനിന്നെ താനിന്നെ തന്നാന തനി താനിന്നെ താനിന്നെ തന്നാന
താരണ്യ താരണ്യ തന്നാന താരണ്യ താരണ്യ തന്നാന കണ്ടിക്ക് ഭാരം വിശപ്പ് തട്ടി മൃഗ മക്കത്തും പക്കത്തും നോക്കി തന്നെ കണ്ടിക്ക് കാടി കൊടുത്തിടണം പിന്നെ ഞങ്ങളെ ചൊല്ലി അയച്ചിടണം താരണ്യ താരണ്യ തന്നാന താരണ്യ താരണ്യ തന്നാന താരണ്യ താരണ്യ തന്നാന കണ്ടിക്ക് ഭാരം വിശപ്പ് കയറിയ മൃഗം ഞങ്ങളെ തിന്നാൻ അടുത്തുള്ളത് പക്കം പഴിക്കാതെ ഉന്നം പഴിക്കാതെ വെടിയെന്ന് വെക്കുന്ന വേട്ടക്കാരാ താരണ്യ താരണ്യ തന്നാന താരണ്യ താരണ്യ തന്നാന താരണ്യ താരണ്യ തന്നാന താരണ്യ താരണ്യ തന്നാന പാലമെങ്കിൽ പാലം നീണ്ടകര പാലം വെക്കട വെടി വെക്കട ലാക്ക് നോക്കി വെക്കട പാലമെങ്കിൽ പാലം നീണ്ടകര പാലം വെക്കട വെടി വെക്കട ലാക്ക് നോക്കി വെക്കട. എല്ലാരെയും കണ്ടതിൽ ഇത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായാലും വലിയ സന്തോഷമുണ്ട്. നമസ്കാരം.